എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കാവടിയും തുള്ളി പോകുന്നത് എങ്ങോട്ടത്തേക്കാണെന്നറിയാമോ? ഇന്നൊരു പടം കാണാനൊക്കെ ഉള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പോൾ കുറച്ചധിക ദിവസമായി നമ്മൾ ഈ ഒരു ടിക്കറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവസാനം കിട്ടിയൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മൾ പത്തനാപുരത്തുള്ള ആശീർവാദ് തിയേറ്ററിൽ കയറി അങ്ങ് ബുക്ക് ചെയ്ത് കേട്ടോ. അങ്ങനെ കണ്ട് സാധാരണ നമ്മൾ സീമയിലാണ് വരാറുള്ളത്, ആശീർവാദിൽ ആദ്യമായിട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ പടം സ്വന്തം ലാലേട്ടൻ്റെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു പ്രത്യേക സുഖമാണല്ലോ. അങ്ങനെ വേണ്ട ആശീർവാദ് തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്, പത്തനാപുരത്താട്ടോ ഇത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ അകത്ത് കയറിയപ്പോഴത്തേക്കിനും വമ്പൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ബ്രേക്ക് ടൈമിൽ കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അങ്ങനെ കണ്ട് അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. 9:30 ഷോ. നമ്മൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഓടി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിടാത്തതിന് കാശിക്കൂട്ടൻ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദാണ്ട് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സെറ്റപ്പാക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് കാശിക്ക് ഫോൺ വേണോ അത് ഇതെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം ഈ കുട്ടികളെ കണ്ടോണ്ടാട്ടോ കൂടുതലും. അങ്ങനെ നമ്മളെ അകത്തേക്ക് കയറാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ ദാണ്ട് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഒന്നും പറയാനില്ല, അടിപൊളി തിയേറ്റർ തന്നെ. എന്നിരുന്നാലും നമ്മുടെ ഇഷ്ടാനുസരണം ഇരുന്നും കിടന്നും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ദാണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നുകൊണ്ട് നമുക്ക് സൈഡ് സീറ്റ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി അവിടെ നമ്മുടെ സീറ്റ് ഉറപ്പിക്കുകയാണ്. അങ്ങനെ കയറി ഇരുന്ന് നമ്മൾ ഉറപ്പിച്ചൊക്കെ നോക്കുകയാണ്. ഇരുന്ന് കൊള്ളാം, അടിപൊളി സൂപ്പർ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പതിവ് പോലെ ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ ഓൾറെഡി ദാണ്ട് ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ തവണയെങ്കിലും നമ്മുടെ ഫിലിമിൻ്റെ പേര് കറക്റ്റായിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ, സമയം പോലെ എല്ലായിടവും വരുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ ആസ്വദിച്ച് വളരെ ഗംഭീരമായിരുന്നു ഒരു ഫിലിം. കഥയും കാര്യങ്ങളൊന്നും പറയാനൊക്കെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഇതെന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ കേട്ടോ. നല്ല അടിപൊളി പടമാണ്, ഒരു ഫാമിലി മൂവിയാണ്. അങ്ങനെ ഇൻ്റർവെല്ലിൽ ടൈം ആയപ്പോഴത്തേനും ചേട്ടൻ പോയി പോപ്കോണും ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതുപോലെ അത് കഴിച്ചു. ഇൻ്റർവെല്ല് തീരുന്നതിന് മുമ്പ് ഇതും തീരുവേ. അങ്ങനെ കണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട് സിനിമ ഏകദേശം തീർന്നിട്ടുണ്ട്. ഏകദേശം അല്ല കേട്ടോ, മൊത്തം തീർന്നു. അടിപൊളി പടം, ഒന്നും പറയാനില്ല, സൂപ്പർ പടമാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഒരു ഫാമിലി മൂവി കണ്ട ഒരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫിലിമൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി തിരിച്ചിറങ്ങാം കേട്ടോ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് ഇടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും ദാണ്ട് ലൈറ്റ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.